ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സംഭവബഹുലമായ ഒരാഴ്ച കഴിഞ്ഞുപോയി. വളരെയധികം വീഴ്ചകളും താഴ്ചകളും കയറ്റിയിറക്കങ്ങളൊക്കെ നമ്മൾ കണ്ടു നമ്മുടെ കണ്ണിൽ. ഓക്കെ, അപ്പം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതുതായിട്ട് വന്നവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. മാർക്കറ്റ് ഇങ്ങനെ വീഴുന്നതൊന്നും നിങ്ങളൊരു പക്ഷേ കണ്ടു കാണത്തില്ലായിരിക്കാം. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ഒരു മാർക്കറ്റിനെ മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളായിരിക്കും. എന്നാൽ ഇങ്ങനെയും മാർക്കറ്റിനൊരു മുഖം ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഈ എക്സ്പീരിയൻസിനകത്തു നിന്നാണ് നിങ്ങൾക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യാനുള്ള ഊർജം, അല്ലെങ്കിൽ അത് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി ക്ലാസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വീഴ്ചകളും മാർക്കറ്റിലുണ്ട്. മാർക്കറ്റിൽ മുകളോട്ട് മാത്രമല്ല താഴോട്ടും യാത്രയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകല്ലോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്ന സപ്പോർട്ടാണ് 11,000 മിഡ് ക്യാപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. 1190 നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് സപ്പോർട്ട്. ആ ഏരിയയിൽ തന്നെ മാർക്കറ്റ് വന്ന് അവിടുന്ന് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇനി അപ്പോൾ ഞാൻ ജസ്റ്റ് ചുരുക്കമായിട്ടൊന്ന് പറയുന്നുള്ളൂ. കാരണം മിഡ് ക്യാപ്പ് എന്ന് പറയണേന്ന് പലരും പേഴ്സണലായിട്ട് കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ മിഡ് ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിഡ് ക്യാപ്പിനകത്ത് ട്രേഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ. കാരണം 120 ക്വാണ്ടിറ്റിയാണ് ലോട്ട് സൈസ്. അപ്പം ചെറിയൊരു മൂവ്മെൻറ്റ് പോലും നമ്മുടെ വ്യൂ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ലോസ് വരും. അപ്പോൾ അതുകൊണ്ട് കഴിവ് നിങ്ങളത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാനുള്ള ക്യാപിറ്റൽ നിങ്ങൾക്ക് വേണം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്കൊരു 1-2 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് നിങ്ങൾക്ക് സുഖമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10,000, 15,000, 20,000, 25,000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് മിഡ് ക്യാപ്പിനെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അത് സൂക്ഷിച്ച് വേണം അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഇത് കാണുന്നത് ഡേ ചാർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ സപ്പോർട്ട് ഇത് തന്നെ മതി സപ്പോർട്ട്. നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് 11,000, 10,980 ആക്കാം നമുക്ക്. ഓക്കെ, 10,980 ഒരു സപ്പോർട്ട് നമുക്കിപ്പം ഇപ്പോഴത്തെ നിലവിലുള്ള സപ്പോർട്ട് ഇപ്പം 10,980 അതും പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്തൊരു സപ്പോർട്ടെന്ന് പറയാനുള്ളത് ഈ സാധനമാണ്. ഈ സംഭവം ഇതാണൊരു മേജർ സപ്പോർട്ടായിട്ട് നമുക്കിന്നത് പറയാനുള്ളത്. നമുക്കതുകൂടെ ഒന്ന് വരച്ചിട്ടേക്കാം. ഓക്കെ, ഈ ഒരു സപ്പോർട്ട്. ഓക്കെ, അതിനേക്കാളും നല്ല സപ്പോർട്ട് ഇപ്പോഴുണ്ട്. ഇത് ഈ ഒരു സപ്പോർട്ടാണ് ഒന്നുകൂടെ നല്ല സപ്പോർട്ട്. അപ്പോൾ ഞാനതൊന്ന് റെഡ് ആക്കിയേക്കാം. ഇതൊന്ന് റെഡ് ആക്കിയേക്കാം. ഓക്കെ, ഇതാണ് രണ്ട് മേജർ സപ്പോർട്ട്. ഇത് പൊട്ടിയാൽ 10,980 പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 10,534 താഴോട്ടുള്ള സപ്പോർട്ട്. മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ 12,000 വരെ പോകാനുള്ള സാധ്യത. 1000 പോയിൻ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റാലിയിൽ ട്രേഡ് ചെയ്യാം. പക്ഷേങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു സപ്പോർട്ട് നമുക്ക് അടുത്തൊരു സപ്പോർട്ടാണ്. രണ്ടതായി നോക്കിക്കേ, കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സപ്പോർട്ടാണ്. ഇത് ഓക്കെ, ഇതൊരു ഗ്രീൻ ഇട്ടേക്കാം. ജസ്റ്റ് ഞാൻ ഒരു ഔട്ട്ലൈൻ പറയുന്നത് മാത്രമല്ല, ഡീപ്പായിട്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കാൻ നോക്കണം. 10,980 മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് 11,100 നിൽക്കുകയാണ്. അപ്പം മാർക്കറ്റ് അങ്ങനെ ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 11,585 ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും വീക്ക്ലി ബേസിസിൽ. പിന്നെ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 12,000 ആയിരിക്കും. അപ്പോൾ ഒരു 500 പോയിൻറ്റിൻ്റെ ഒരു ടാർഗറ്റാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം സൂക്ഷിച്ചും കണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിനി നിഫ്റ്റിയിലോട്ട് വരുവാണ്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം നിഫ്റ്റി ആണല്ലോ. അപ്പം നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഡേ ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തിൽ ഞാൻ മൊത്തത്തിലും കളയാം അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എപ്പോഴും മനസ്സിലാകുമ്പോഴൂടെ നമുക്ക് ശരിക്കും വൃത്തിയായിട്ട് നമുക്ക് അത് ചെയ്തു നമുക്ക് അതിൻ്റെ
നിങ്ങൾക്കൂടെ മനസ്സിലാവണമല്ലോ. അപ്പോൾ വീക്കിലിയിലോട്ട് മാറ്റി നോക്കാം നമുക്ക്. വീക്കിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെൻഡ് ലൈൻ അങ്ങ് വരച്ചിട്ടേക്കാം അല്ലേ. ഈ ട്രെൻഡ് ലൈൻ ഇവിടുന്നല്ലേ നമ്മൾ തുടങ്ങി, ഇവിടുന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. നമ്മൾ തുടങ്ങിയത് അവിടെ നിന്നല്ല തുടങ്ങിയത്, നമ്മൾ തുടങ്ങിയത് ഇവിടുന്നാണ് തുടങ്ങിയത്. ഇതാണ് നമ്മുടെ ലൈൻ. വലുതാക്കാം. ഇതാണ് നമ്മുടെ വീക്കിലി ഉള്ള ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ വന്നു. ഓക്കെ, അപ്പം ഇനി സോറി ഇതങ്ങനല്ല നമ്മൾ വരച്ച്. അതിലിപ്പോൾ 2 സംഭവങ്ങൾ ഇതിനകത്തിൽ കാണാനുണ്ട് എനിക്ക്. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സംഭവം ഞാൻ നേരത്തെ വരച്ചിരുന്നത് ഇങ്ങനെയാണ് വരച്ചിരുന്നത് അല്ലേ. നേരത്തെ നമ്മൾ വരച്ചിരുന്നത് ഇങ്ങനെയാണ് വരച്ചിരുന്നത് അല്ലേ. അതായത് ഇത് ഈ പോയിന്റ്, ഈ പോയിന്റ് അല്ലേ. അതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു പോസിബിലിറ്റിയാണ്. ഓക്കെ, ഇതൊരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൂടെ ഒന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ വരച്ചപ്പോഴാണ് എനിക്ക് മനസ്സിൽ ഇങ്ങനൊരു സംഭവം. ഇതിങ്ങനെ നിന്ന് നിർത്തി കഴിഞ്ഞാൽ ശരിയാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവുകയില്ല. അത് വേണ്ട, അത് വിട്ടേരെ. നമ്മളെല്ലാ പോസിബിലിറ്റി ഞാനിപ്പോൾ ലൈവായിട്ടാണ് വരച്ച് കാണിക്കുന്നത്, അല്ല ഞാൻ നേരത്തെ ഒന്നും ചെയ്തു വെച്ചേക്കുമല്ല. അപ്പോൾ നമ്മൾ പോസിബിലിറ്റീസ് ആണ് നോക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇതൊരു സ്റ്റഡി ക്ലാസ്സും കൂടാണ്. വീക്കിലി അനലൈസ് മാത്രമല്ല, നമ്മൾ നിങ്ങൾക്കൂടെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് ഇങ്ങനെ തന്നെ നിന്നാൽ മതി. അപ്പം നമ്മുടെ വീക്കിലി ഈ പറയുന്ന ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് നോക്കി ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഒരിക്കൽ ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിഫ്റ്റി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല അല്ലേ. നമുക്ക് ഇനി നമുക്കൊന്ന് വീക്കിലിയിലോട്ട്. അപ്പം നമ്മൾ വീക്കിലി ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണ് ഇവിടെ കാണുന്നത് അല്ലേ. പക്ഷേങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ അതേ ലെവലിൽ തന്നെ വന്ന് സപ്പോർട്ട് ഈ സപ്പോർട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ വേണമെങ്കിൽ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചിട്ടേക്കാം. ഇവിടെ നോക്ക്, ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ലൈൻ വരച്ചിട്ടേക്കാം. ഇത് ലൈവായിട്ട് ഞാനിങ്ങനെ നിങ്ങളെ കൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ വരച്ച് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ നോക്കി പഠിക്കുക. ഒരു ദിവസം ഞാൻ പ്രീ മാർക്കറ്റ് വീക്കിലി അനലൈസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ ചെയ്യാനൊരു ഐഡിയ കിട്ടണം. അതിനുവേണ്ടിയാണ് ഞാനിതിങ്ങനെ ലൈവ് ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ വരച്ചിട്ടിട്ട് നിങ്ങളെ പെട്ടെന്ന് കാണിച്ച് പോയാൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ പഠിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം ഇതൊരു മെയിൻ സപ്പോർട്ടായിട്ട് ഇങ്ങനെ 22,929 ഒരു മെയിൻ സപ്പോർട്ടായിട്ട് വന്ന് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ തിരിച്ചു പോയേക്കുന്നത്. നമുക്ക് ഇനിയും ഡേയിലോട്ട് മാറ്റി നോക്കാം. ഓക്കെ, ഡേ ക്യാൻഡിലോട്ട് മാറ്റി നോക്കാം. നോക്കിക്കേ, ഡേ ക്യാൻഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കണ്ടോ കറക്റ്റായിട്ട് വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കയറാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് വന്ന് 22,745 കുറച്ചുകൂടി ഇത് മേലോട്ട് പോകും. 72,45 അല്ല, കുറച്ചുകൂടെ മുട്ടാനുണ്ട് അവിടെ. നമുക്ക് നോക്കാം. ഇതാണ് 22,788. ഓക്കെ, 22,788 ഒരു ലോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ 788 എന്ന് പറഞ്ഞ ലോ. ഓക്കെ, അപ്പം അതിനുശേഷം നമുക്ക് നോക്കാം ഇനി. ഓക്കെ, അപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചത്തെ ലോയാണ് 22,788. ഇതിന് താഴെ ഞാൻ ഒരെണ്ണം കൂടെ വരയ്ക്കാൻ പോവാം. എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വര വിശ്വസിച്ച് നിങ്ങൾ ഇപ്പോൾ ഇന്നലെ ഒരാൾ യൂട്യൂബ് കമൻറ്റ് ചെയ്ത് ചേട്ടൻ ഒറ്റ വരെ താഴെ വരച്ചുള്ളൂ, അത് വിശ്വസിച്ചാൽ ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഒരിക്കലും മണ്ടത്തരം കാണിക്കല്ലേ, ഞാൻ ദൈവമൊന്നുമല്ല, മണ്ടത്തരങ്ങളൊന്നും കാണിക്കല്ലേ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെ, ഞാനെന്നല്ല ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ അന്ധമായ ധാരണകളൊന്നും വെച്ച് പുലർത്താൻ പാടില്ല. ഓക്കെ, എനിക്ക് പല കൺവിക്ഷൻസും കാണും, ആ കൺവിക്ഷൻ ആയിരിക്കത്തില്ല നിങ്ങളുടെ. എനിവേ, എന്തായാലും 22,500
ഞാൻ ശക്തമായ ഒരു ലൈൻ ഇവിടെ ഇട്ടേക്കുവാണ്. ഈ ലൈൻ അവിടെ കടന്നിട്ട് ഈ 22,500 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി ശേഷം കാഴ്ചയിൽ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ 22,500 അവിടെ കടന്നോട്ടെ. 22,752 ലോ ക്രിയേറ്റ് ചെയ്തു. നമുക്കിനി ഒരു ഹൈ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹൈ കിട്ടണമെങ്കിൽ നോക്കിക്കോട്ടെ. ഒരു 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 സംഭവം ഇതാണ്. ഇത് ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം അതായത് ഇവൻ ഇനി ഇപ്പം ഈ വരയ്ക്കാൻ പോകുന്ന ഈ ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് സംഭവം. ഇത് ഈ ലൈൻ എന്താണെന്നറിയാമോ? ഞാൻ വരയ്ക്കാൻ കാര്യം ഞാൻ കാണിച്ചു തരാം. എന്താ ഇത് നോക്ക്, ഇതൊരു സപ്പോർട്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ പല പ്രാവശ്യം സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, തിരിച്ച് താഴെ വന്നു, റെസിസ്റ്റൻസ് എടുത്തു, തിരിച്ച് സപ്പോർട്ട് എടുത്തു. പല പ്രാവശ്യം ഇവിടെ പല കളികൾ നടന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ നേരെ താഴെ പോയി, ഇവിടെ സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു. അത് വെച്ചാൽ ഇത് ബ്രേക്ക് ചെയ്തു, പിന്നെ ഇത് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് സംഭവമായത്. ഇതൊരു വെരി ഇമ്പോർട്ടൻ്റ് ലൈനാണ് ഞാനിപ്പോൾ ഈ വരച്ചത്. ഓക്കെ, ഇത് നിങ്ങളുടെ ചാർട്ടിനകത്ത് വരച്ചത്. അടുത്ത സംഗതി മുകളിലത്തേത് 23 ഇത്. ഓക്കെ, അപ്പം ഇതാണ് ഇനി നിഫ്റ്റിക്ക് ഉള്ള മേജർ 2 വരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 22,500 23,813. ഓക്കെ, ഈ 2 സംഭവങ്ങളാണ് നിഫ്റ്റിക്ക് ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട സംഭവം. ഇതിപ്പം നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ 22,500 23,500 ഒരു 1,300 പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് തമ്മിൽ. ഒരു പക്ഷേ നിഫ്റ്റി റാലി ചെയ്യുവാണെങ്കിൽ 1,300 നിഫ്റ്റിക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ഒന്നും ചെയ്യല്ലേ നിഫ്റ്റിയെ. അറിയാൻ പറ്റത്തില്ല. എൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനൊരു ന്യൂസും കൂടെ ഉണ്ട്. ആ ന്യൂസ് ബേസ്ഡും കൂടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. എനിവേ, എന്തായാലും ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ റേഞ്ച്. ഓക്കെ, ഈ ആഴ്ചത്തെ റേഞ്ച് ഇതാണ്. ഏറ്റവും താഴെ ബോട്ടം സപ്പോർട്ട് 22,500, ഒരു മെയിൻ സപ്പോർട്ട് 22,788. കഴിഞ്ഞ ആഴ്ച വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് റിജക്റ്റ് ചെയ്ത് പോയി. പിന്നെ അടുത്തതുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,163 അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അപ്വേർഡ് റാലി കാണാൻ പറ്റും. ഞാൻ ഇത്രയൊക്കെ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിങ്കളാഴ്ച ഒരു പക്ഷെങ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പാണ് തിങ്കളാഴ്ച ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. ഒരു ബുള്ളിഷ് റാലി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ട്രംപ് മോഡി കൂടിക്കാഴ്ചയിൽ കുറേ കരാറുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതുവരെയായിട്ടും നമുക്കൊരു താരിഫിൻ്റെ കാര്യം ഇതുവരെയായിട്ടും ട്രംപ് ഇന്ത്യക്കെതിരെ പറഞ്ഞിട്ടില്ല. പല എന്താണ് പറയുന്നത്, അതിൻ്റെ ഭാഷ എന്താണെന്ന് എനിക്കറിയത്തില്ല. പല ഒളിയമ്പുകളും പുള്ളി എഴുതെങ്കിലും ഇന്ത്യ വളരെ ടഫാണെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു താരിഫിൻ്റെ കാര്യം ഇതുവരെയായിട്ടും ചർച്ചയിലേക്ക് വന്നിട്ടില്ല. അതൊരു പോസിറ്റീവ് കാര്യമാണ്. പിന്നെ കുറേ ഡിഫൻസ് കരാറുകൾ തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ പല ന്യൂസുകളിൽ കാണുന്നു. ഇതൊന്നും ഇതിൻ്റെ കറക്റ്റ് പിക്ചർ ഒന്നും വെളി വന്നിട്ടില്ല. എങ്കിലും വളരെ നെഗറ്റീവായിട്ടുള്ള സംഗതികളൊന്നും നടന്നിട്ടില്ല. എന്നാൽ അത്ര തന്നെ പോസിറ്റീവായിട്ടുള്ള സംഗതികളും നടന്നിട്ടില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുക, ഡിഫൻസ് തലത്തിൽ പ്രതിരോധ കരാറുകൾ പലതും സംയുക്തമായിട്ട് നടത്തും എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുത്താലും, പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച RBI ഏകദേശം 1 ട്രില്യൻ്റെ ഒരു എൻഫ്യൂസ്മെൻറ്റ് മാർക്കറ്റിൽ നടത്തുമെന്നൊരു ന്യൂസ് ഇങ്ങനെ കണ്ടു. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു 1 ട്രില്യനൊക്കെ മാർക്കറ്റ് ഇൻഫ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അവർക്ക് ലിക്വിഡേഷൻ വർദ്ധിക്കും. ലിക്വിഡിറ്റിക്കകത്തിൽ അവർക്ക് കാര്യമായ വർധന ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് കൂടുതൽ പണം ലോൺ കൊടുക്കാനും അങ്ങനെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ഒരു സംഗതി, ഒരു ന്യൂസ് ഞാനിങ്ങനെ കണ്ടു. അപ്പം അത് മാർക്കറ്റിലൊരു ചലനം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് റാലി തന്നേക്കാം.
അവസാന നിമിഷം എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. എങ്കിലും തുടക്കമാണെങ്കിൽ തുടങ്ങുമ്പം ചിലപ്പം ഒരു ഗ്യാപ്പ് അപ്പ് വല്ലതും കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇതൊക്കെ എൻ്റെ ഒരു ഊഹം മാത്രമാണ്. ഞാൻ ഊഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റഡിയുടെ പുറത്തും പല കാര്യങ്ങൾ പരിശോധിച്ചതിൻ്റെ പുറത്തും പല ഡിസ്കഷനകത്തും വന്നതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഇതിങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധം ഒന്നും ഇല്ല. എങ്കിലും ഞാൻ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുന്നു. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് നമുക്ക് മാറി നോക്കാം. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് മാർക്കറ്റ് ഓൾറെഡി നമ്മൾ ചെയ്തു അല്ലേ. വെള്ളിയാഴ്ചത്തെ നമ്മുടെ പരിപാടി നമ്മൾ വളരെ ഗംഭീരമായിട്ട് നമ്മൾ ഒരു ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തു ഇല്ലേ. അപ്പോൾ ഇനിയിപ്പം മാർക്കറ്റ് ഇതൊന്ന് കറക്റ്റ് ചെയ്തേക്കാം, ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേ പറയുവാണെങ്കിൽ, ഇൻട്രാഡേ പറഞ്ഞാൽ മാർക്കറ്റ് നമുക്കൊരു റേഞ്ച് വേണം ഇല്ലേ. നമുക്കൊരു റേഞ്ച് വേണം. ഇതൊരു റേഞ്ചാണ്. ഈ റേഞ്ച് അങ്ങനെ തന്നെ നിന്നോട്ട് അത് ബ്ലൂ ആക്കാം. മുകളിലത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാണ് ഈ റേഞ്ച്. ഓക്കെ, ചെറിയ ലൈൻ വരച്ചാൽ മതി. ഓക്കെ, ഇതാണ് 22,897. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഈ റേഞ്ച് വിട്ട് മാർക്കറ്റ് പോയാൽ 22,963, 23,263. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കൊരു ലൈൻ വേണം. ഇതിൻ്റെ ഇടയ്ക്കൊരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ നോക്കിക്കോണേ. നമുക്ക് ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ല ലൈനാണ്. ഈ സംഭവം ഞാൻ എന്തുകൊണ്ട് വരയ്ക്കുന്നതോട് നിങ്ങളോട് പറയും. ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യാൻ കാര്യം ഞാൻ ഈ ലൈൻ പ്ലോട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. 1, 2, 3, 4, 5, 6, 7 പല പ്രാവശ്യം ഇവിടെ. അപ്പോൾ ഇവിടെ ഒക്കെ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, മാർക്കറ്റ് സപ്പോർട്ടല്ലേ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ വീണ്ടും എന്താണ് പിന്നെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്തോന്ന് വരച്ചു, നമുക്കിപ്പോൾ ഞാൻ ഇവിടെ വരെയല്ലേ വരച്ചുള്ളൂ. നമുക്ക് ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറയുകയാണ്, പഠിക്കാൻ വേണ്ടി ഞാൻ കാണും. നിങ്ങൾ ശ്രദ്ധിച്ച് ഞാനിതിപ്പോൾ ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നോക്കിക്കേ, കണ്ടോ ഞാൻ ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു. ഇവിടെ ഇവിടെ 1, 2, 3, 4 പല പ്രാവശ്യമായി. മനസ്സിലായോ? അപ്പോൾ അതാണ് ആ വരയുടെ ഗുണം. മനസ്സിലായി? അതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ വേണം നിങ്ങളും പഠിക്കാൻ. അപ്പം ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് ചാർട്ടിനകത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇവനെ നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ചിട്ട് വരയാ ഇല്ലേ, നമുക്ക് ഇവനെ ഇങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാ നോക്കാം, ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ 23,234 ഇപ്പം നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് 22,900 22,900 മാർക്കറ്റ് നിൽക്കുന്നത്. 900 നിന്ന് 234 ഒരു 400, 300, 350 പോയിൻറ്റ് 400 പോയിൻറ്റ് റാലി ചെയ്താൽ ഇവിടം വരെ വരും. എന്തായാലും നമുക്ക് ഇവിടം വരെ മതി. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ 23,079, 23,024 ഇതിനിടയ്ക്ക് നമുക്കൊരു ലൈൻ വേണം ഇല്ലേ. ഇതിനിടയ്ക്ക് ഒരു ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇത് വരയ്ക്കാം. അതാണ് ഇവിടെ നോക്കിയാൽ 2 പോയിൻ്റ് ഇവിടെ ഉണ്ട്. അതായത് നോക്കിക്കേ, ഇവിടെ ഉണ്ട് 2 പോയിൻ്റ്. കണ്ടോ, 2 അല്ല 3 പോയിൻ്റ് ഉണ്ട്. 1, 2, 3, 4, 5 പോയിൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും വന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കതും അവനെയും നമുക്ക് കണക്കാക്കി വെക്കാം. ഓക്കെ, 22,132, ബാക്കി 22, 23,234, 23,132, 23,234 ഇത്രയും മതി. ഓക്കെ, ഇത്രയും മതി. ഇനിയും കൂടുതലൊന്നും വേണ്ട. കൂടുതൽ പോയി കഴിഞ്ഞാൽ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ കുന്നും മലയുമാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ മാർക്കറ്റ് ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് ഫസ്റ്റ് ടാർഗറ്റ് 1 മിനിറ്റ് ഞാൻ നോക്കട്ടെ. 22,963, 079. ഓക്കെ, കറക്റ്റ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിവനെ ഇങ്ങോട്ട് ഫസ്റ്റ് ടാർഗറ്റ് ഇത് ഗ്രീൻ 1, സെക്കൻഡ് ടാർഗറ്റ് ഒരു ചെറിയ ടാർഗറ്റ് ഇത് ഇങ്ങോട്ട് കിട്ടിയാൽ മൂന്നാമത്തെ ടാർഗറ്റ് പെരുത്ത ടാർഗറ്റാണ്. ഈ 3 നിൽക്കട്ടെ, പിന്നെ നമുക്ക് വഴിയെ നോക്കാം. പിന്നെ വരയ്ക്കണം, നമുക്ക് അന്നേരം വരയ്ക്കാം, നമ്മളുണ്ടല്ലോ ലൈനിൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴോട്ടുകൂടെ നമുക്ക് നോക്കാം. താഴോട്ട് 22,500 മേജർ സപ്പോർട്ടാണെന്ന് ഞാൻ പറഞ്ഞു. 22,774 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്.
897, 797, 777, 100 പോയിൻറ്റിൻ്റെ ഇതുണ്ട്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ വര അതിനകത്ത് വരയ്ക്കാം. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. അപ്പോൾ നമുക്ക് 45 മിനിറ്റിലോട്ടൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ സപ്പോർട്ട് ഇട്ട് നോക്കാം. 22,774 ഇടയ്ക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു സംഭവം കാണുന്നില്ല. നമുക്കൊരു ഇടയ്ക്കൊരു വര വരയ്ക്കാൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു സൈക്കോളജി നോക്കേണ്ടി വരും. ഒന്നുകൂടെ നമുക്ക് ഒരു 1 hour ചാർട്ടിലോട്ട് നോക്കാം. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. 2 hour ചാർട്ടിലോട്ട് മാറ്റി നോക്കാം. ഒന്നും കാണുന്നില്ല. ഇവിടെ ഒന്നും ഒരു സംഭവം കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒരെണ്ണം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അല്ലേ? ഡേയിലോട്ട് മാറ്റി നോക്കിയാലോ? ഡേയിലോട്ട് മാറ്റി നോക്കിയാൽ അവിടെ ഇതൊന്നും ഇവിടെ ഒരു സംഭവം അത്ര പോരാ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാ ഒരു ലൈനൂടെ വരച്ചേക്കാം. ഇതിനിടയ്ക്ക് ഇതിനകത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ലൈൻ രണ്ടിതാ. എന്തുകൊണ്ടാണ് ഞാൻ ആ ലൈൻ വരച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാ സംശയങ്ങളും തീർത്ത് പോകണം. എന്തുകൊണ്ടാണ് സുനിലേട്ടൻ ഇങ്ങനെ വരയ്ക്കുന്നതെന്നുള്ള ചോദ്യം വരാൻ പാടില്ല. ഇതാ നോക്ക്, ഇതൊന്ന് കറക്റ്റ് ചെയ്യാം നമുക്ക്. ഇത് ഡേ ക്യാൻഡിലാണ് ഈ കാണുന്നത്, ഡേ ചാർട്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് വരച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ ഒന്ന്, ഇത് ഇവിടെയൊക്കെ പല രീതിയിൽ ഇവിടെ സപ്പോർട്ടുകൾ എടുത്തിട്ടുണ്ട്. അല്ലെ റെസിസ്റ്റൻസ് അല്ലെ സപ്പോർട്ടുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ബ്രേക്ക്, എന്താ പറയുന്നത്, ഒരു യാത്രക്കിടയിലെ ഒരു ഇടത്താവളം എന്ന രീതിയിൽ നമുക്കിതിനെ കണക്കാക്കാം. ഞാൻ ഈ ഒരു 45 മിനിറ്റ്സിലോട്ടൊന്ന് മാറ്റി നോക്കിക്കോട്ടെ. 45 മിനിറ്റ്സിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ ഏത് ലൈനാണ് വരച്ചത്? ഇവിടെ 22,651 വരച്ചേ. 22,651 നമുക്ക് നോക്കാമല്ലോ. ഇവിടെ ഈ ലൈൻ 22,651 ലൈൻ ഇവിടെ ഒന്നും കാണുന്നുമില്ല. വളരെ ദൂരെയാണ്. നോക്കാം നമുക്ക്. ഒരു ലൈൻ പോലും ഇവിടെ കാണുന്നില്ലേ? 22,651 നോക്കിക്കേ. ഞാൻ വരച്ച് നോക്കിക്കേ. കണ്ടോ? ഇത് കണ്ടോ? നമ്മൾ വരച്ച് കണ്ടോ? ഇവിടെ പല പ്രാവശ്യം ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ? 22,250. ഇവിടെ നോക്കിക്കേ, പല പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഏരിയയിൽ വരുമ്പോൾ ബി അവിടെ ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വരച്ചത്. വളരെ ക്ലിയർ ആയല്ലോ? ഞാൻ വരച്ച വരയുടെ പിന്നിലെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ചാർട്ടിനകത്തിൽ സപ്പോർട്ടോ റെസിസ്റ്റൻസോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കങ്ങ് പറഞ്ഞു പോയാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. അപ്പോൾ ഇനി നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഒരു ചാർട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അല്ലേ? മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, അപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യാം ചാർട്ട്. 5 മിനിറ്റിലോട്ട് വരാം. അപ്പോൾ എല്ലാം ക്ലിയർ ആയി ഇപ്പം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാ ലൈനും കിട്ടി അല്ലേ? ഇത് റെഡാക്കാം. താഴോട്ട് വരയ്ക്കാം. ഇവിടുന്ന് താഴോട്ട് ബ്രേക്ക് ചെയ്താൽ അടുത്തത് ഇങ്ങോട്ട്. നിങ്ങൾക്ക് മുഷിയുന്നുണ്ടോ? ഈ 2 ലൈനേ ഉള്ളൂ. നമുക്ക് 22,503 22,652 താഴോട്ട്. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കിയിട്ട് മാത്രം നമുക്ക് ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ നോക്കി. ഇവിടെ എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചേക്കുന്നത്? ഒന്നുകിൽ ഇത് ഇവിടെ വന്ന് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിൽ വന്നിട്ട് തിരിച്ചു വരണം. എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ മറ്റന്നാളെ പഠിക്കാനുള്ള സമയമാണ്. ഞാൻ ഗ്രൂപ്പിൽ കുറേ ചാർട്ടുകൾ, കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ കുറുക്ക് വഴി വേറെ ഒന്നുമില്ല, പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പം ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ് ആൻഡ് എല്ലാവർക്കും മൺഡേ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു. ട്രേഡ് ചെയ്യാൻ സൂക്ഷിക്കുക. ഓക്കെ.